തലശ്ശേരിയിൽ ഓട്ടോ തൊഴിലാളികളുടെ പണിമുടക്ക് ആരംഭിച്ചു. 24 മണിക്കൂറാണ് പണിമുടക്ക്. TMC നമ്പർ ഇല്ലാത്ത ഓട്ടോറിക്ഷകൾക്കെതിരെ നടപടി സ്വീകരിക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. നീതു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നീതു, ഈ പണിമുടക്ക് ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള വഴിയാണ്. പക്ഷേ യാത്രക്കാർക്ക് ഇത് വലിയൊരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഈ പണിമുടക്ക് പിൻവലിക്കാൻ ആവശ്യമായ ഒരു ഇടപെടലും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ലേ? അർജുൻ, ഇത് വർഷങ്ങളായി ഈ തൊഴിലാളികൾ ഉന്നയിക്കുന്ന ആവശ്യമാണ്. പ്രധാനമായും TMC നമ്പർ ഇല്ലാത്ത ഓട്ടോറിക്ഷകൾ നഗരത്തിൽ സർവീസ് നടത്തുന്നത് പലപ്പോഴും ഈ TMC നമ്പറുള്ള അംഗീകൃതമായ ഓട്ടോ തൊഴിലാളികളും ഈ നമ്പർ ഇല്ലാത്ത ഓട്ടോ തൊഴിലാളികളും തമ്മിലുള്ള വലിയ പ്രശ്നങ്ങൾക്ക് പലപ്പോഴും ഇടയാക്കാറുണ്ട്. ഇത് സംഘർഷത്തിന് വരെ വഴിതെളിച്ചിട്ടുണ്ട്. നേരത്തെയും വിഷയം നിരവധി തവണ ബന്ധപ്പെട്ട RTO, അതുപോലെ തന്നെ ട്രാഫിക് പോലീസ്, നഗരസഭാ അധികൃതർ ഉൾപ്പെടെയുള്ളവർക്ക് ഇത് സംബന്ധിച്ച നിരവധി നിവേദനങ്ങളെല്ലാം തന്നെ തൊഴിലാളികൾ നൽകിയിരുന്നു. എന്നാൽ വിഷയത്തിൽ നടപടി സ്വീകരിക്കാം എന്നല്ലാതെ മറ്റു തരത്തിലുള്ള നടപടികളൊന്നും തന്നെ നിലവിൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം തൊഴിലാളികൾ നേരത്തെ സമരം പ്രഖ്യാപിച്ചിരുന്നു, പണിമുടക്ക്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നഗരസഭയിൽ തൊഴിലാളി യൂണിയൻ പ്രതിനിധികളും സംയുക്ത തൊഴിലാളി യൂണിയൻ പ്രതിനിധികളും നഗരസഭാ അധികൃതർ, ട്രാഫിക് പോലീസ് ഉൾപ്പെടെയുള്ളവരെല്ലാം ചേർന്ന് യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ആലോചിച്ചുകൊണ്ട് മറ്റ് ഈ സംഘർഷം ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കുന്നതിനായി പുതുതായി TMC നമ്പർ അനുവദിക്കാം എന്നുള്ളത് ഉൾപ്പെടെ തൊഴിലാളികളെ അറിയിച്ചിരുന്നുവെങ്കിലും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് കൃത്യമായ ഒരു രേഖാമൂലമായിട്ടുള്ള മറ്റ് നടപടികളോ അല്ലെങ്കിൽ രേഖാമൂലമായിട്ടുള്ള ഒരു അറിയിപ്പോ ലഭിച്ചിട്ടില്ല എന്ന സാഹചര്യത്തിലാണ് തൊഴിലാളികൾ പണിമുടക്കിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കൂടാതെ ഇവർ ഉന്നയിക്കുന്ന മറ്റ് പ്രധാനമായ ആവശ്യങ്ങൾ നഗരസഭാ പരിധിയിലേതുൾപ്പെടെ പ്രാദേശികമായ റോഡുകളെല്ലാം തന്നെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ഈ റോഡുകളെല്ലാം തന്നെ ഗതാഗത യോഗ്യമാക്കിക്കൊണ്ട് നടപടി സ്വീകരിക്കണമെന്നും പലതവണ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് തൊഴിലാളികൾ സംയുക്ത തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ പണിമുടക്ക് ആരംഭിച്ചത്. അർജുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു യാത്രാ ബുദ്ധിമുട്ട് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രധാനപ്പെട്ട മലബാർ ക്യാൻസർ സെന്റർ ഉൾപ്പെടെയുള്ള ഈ ക്യാൻസർ സെന്ററിലേക്ക് ഉൾപ്പെടെയുള്ള രോഗികളെല്ലാം തന്നെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനെ ആശ്രയിച്ചാണ് എത്തുന്നത്. ഇവിടെ നിന്ന് ഓട്ടോറിക്ഷകൾ കൂടുതലായും ഇത്തരത്തിലുള്ള രോഗികളെല്ലാം തന്നെ ഓട്ടോറിക്ഷകളെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത്. എന്നാൽ നിലവിൽ ഓട്ടോറിക്ഷകൾ ഒന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. ഇത് രോഗികളെയും അതുപോലെ തന്നെ ദൂരസ്ഥലങ്ങളിൽ നിന്നും ഉൾപ്പെടെ എത്തുന്ന യാത്രക്കാരെയും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് TMC നമ്പർ ഇല്ലാത്ത ഓട്ടോറിക്ഷകളായാൽ പോലും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആശുപത്രികളിലേക്കും മറ്റും എത്തുന്ന രോഗികളുമായി വരുന്ന ഓട്ടോറിക്ഷകൾ യാതൊരു വിധത്തിലും തടയില്ല എന്നും തൊഴിലാളികൾ അറിയിച്ചിട്ടുണ്ട്. 10 മണിക്ക് ശേഷം 10:30യോടെ തന്നെ തൊഴിലാളികളുടെ ഒരു പ്രകടനവും നടക്കുന്നുണ്ട്. അർജുൻ, നീതോ, ഈ പണിമുടക്ക് 24 മണിക്കൂറാണ്. ഈ പണിമുടക്ക് പിൻവലിക്കാൻ ആവശ്യമായ ഒരു ഇടപെടലും ഇതുവരെ അധികാരികൾ നടത്തിയിട്ടില്ലേ? അർജുൻ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം നഗരസഭയിൽ ചേർന്ന ഒരു യോഗമല്ലാതെ മറ്റ് നടപടികളൊന്നും തന്നെ നിലവിൽ ഉണ്ടായിട്ടില്ല. ബന്ധപ്പെട്ട അധികാരികളെല്ലാം തന്നെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. എന്നാലും ഇവരിൽ നിന്ന് നമുക്ക് ലഭ്യമായത് കൂടുതൽ ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടി സ്വീകരിക്കാൻ സാധിക്കൂ എന്നാണ്. ഇതിലുള്ള പ്രധാനമായ ഈ ഒരു നടപടി എന്ന് പറയുന്നത് കൂടുതൽ ഓട്ടോറിക്ഷകൾക്ക് TMC നമ്പർ അനുവദിക്കുക എന്നുള്ളതാണ്. ഇതും ധൃതിപ്പെട്ട് നടത്താവുന്ന ഒരു നടപടിയല്ല. ഇതിനും കാലതാമസമുണ്ട് എന്നാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നീതോ, ഈ ഓട്ടോ തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ TMC നമ്പർ ഇല്ലാത്ത ഓട്ടോറിക്ഷകൾ ഈ നഗരത്തിൽ സർവീസ് നടത്തുന്നത് തടയുക എന്നതാണ്. ഈ ആവശ്യം അംഗീകരിക്കാൻ എന്തുകൊണ്ടാണ് ഈ അധികാരികൾക്ക് ഇത്ര ബുദ്ധിമുട്ട്? നിലവിൽ തലശ്ശേരി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നിരവധി സ്ഥലങ്ങളിൽ TMC ഔദ്യോഗികമായ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളുണ്ട്. ഇവിടെയെല്ലാം തന്നെ ഓട്ടോറിക്ഷകളും പല സ്ഥലങ്ങളിലും 100-30 50 കൂടുതലും അതുപോലെ തന്നെ ഓരോ സ്റ്റാൻഡുകളിലുമായി 30 കൂടുതൽ അതുപോലെ തന്നെ 10 കൂടുതൽ ഇത്തരത്തിലുള്ള ക്രമീകരണത്തിലാണ് പല സ്ഥലങ്ങളിലും ഓട്ടോറിക്ഷകൾ TMC നമ്പറുള്ള ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്നതും യാത്രക്കാരെ എടുക്കുന്നതും ഉൾപ്പെടെയുള്ളത്. എന്നാൽ ചിലയിടങ്ങളിൽ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തായി ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപത്തായി താൽക്കാലികമായി 5 ഓട്ടോറിക്ഷകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ദൂരസ്ഥലങ്ങളിൽ നിന്നെല്ലാം നമ്പർ ഇല്ലാത്ത ഓട്ടോറിക്ഷകൾ ചില സമയം ഈ ഒരു ഭാഗത്തേക്ക് വരികയും പാർക്ക് ചെയ്യുകയും ഔദ്യോഗികമായി ഇത്തരം സ്റ്റാൻഡുകൾ താൽക്കാലികമായി ഒരു അനുമതി, വാക്കാലുള്ള ഒരു അനുമതി മാത്രമാണ് ഇത്തരം ഒരു കേന്ദ്രങ്ങളിൽ നൽകിയിട്ടുള്ളത്. എന്നാൽ ഔദ്യോഗികമായി ഇത്തരത്തിൽ
പാർക്കിംഗ് സംവിധാനം ഒരുക്കുമ്പോഴും അതുപോലെ തന്നെ കൂടുതൽ ഓട്ടോറിക്ഷകൾക്ക് നമ്പർ അനുവദിച്ചു കഴിഞ്ഞാൽ പാർക്കിംഗ് സംവിധാനം മെച്ചപ്പെടുത്തേണ്ട ആവശ്യം കൂടി ഈ ഒരു സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. നഗരത്തിൽ ഗതാഗത കുരുക്ക് ഉൾപ്പെടെ ഒഴിവാക്കുന്നതിന് ആവശ്യമായ കൂടുതൽ ഓട്ടോറിക്ഷകൾ എത്തുമ്പോൾ അതിനാവശ്യമായ സൗകര്യവും ഏർപ്പെടുത്തേണ്ടതുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ്, കൂടാതെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാങ്കേതികമായ ചില വശങ്ങൾ ഉണ്ട് എന്നും കൂടിയാണ് നമുക്ക് ഈ അധികാരികളിൽ നിന്ന് ഈ നമ്പർ നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അറിയാൻ സാധിക്കുന്നത്.